വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ്സാണ്. സോ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിസ് വന്നിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ മക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം എന്താണെന്ന്. ലിസ്റ്റ് ഡൗൺ ദ ഗിവൺ ഐറ്റംസ് ഇൻ ടു സ്യൂട്ടബിൾ കാറ്റഗറി അക്കോർഡിംഗ് ടു ദെയർ സ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ തന്നിട്ടുണ്ട്, അതിൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. ഓരോ അവസ്ഥേനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ അവസ്ഥയിൽ പെട്ട ആളുകളെയും നമ്മൾ ഗ്രൂപ്പ് ആക്കി തിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ബ്രിക്ക് ഉണ്ട് അല്ലെ, ബ്രിക്ക് ഇഷ്ടിക എന്ന് പറയുമ്പോൾ ഏത് സ്റ്റേറ്റ് ആടാ നമുക്കറിയാം, അത് സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലെ, അത് നമ്മുടെ ഖരാവസ്ഥയാണ് അല്ലെ. ഇനി പെട്രോൾ ഉണ്ട്, പെട്രോൾ ഏത് സ്റ്റേറ്റ് ആണ്, അത് നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റ് ആണ് അല്ലെ, ലിക്വിഡ് സ്റ്റേറ്റ് അഥവാ എന്താണ്, യെസ് ലിക്വിഡ് സ്റ്റേറ്റ്, അതെങ്കിൽ നമ്മുടെ മലയാളത്തിലാണെങ്കിൽ നമ്മുടെ ദ്രാവകമാണ് അല്ലെ, ദ്രാവകാവസ്ഥയാണ്. അടുത്തത് ഇതാ ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ ഓയിൽ ഉണ്ട് അല്ലെ, ഓയിലും ഏത് സ്റ്റേറ്റ് തന്നെയാണ്, ലിക്വിഡ് സ്റ്റേറ്റ് തന്നെയാണ്. ദെൻ സ്റ്റീം ആണ്, സ്റ്റീം ഏത് സ്റ്റേറ്റ് ആണ്, സ്റ്റീം ഗ്യാസ് ആണ് അല്ലെ, ആവി എന്ന് പറയുമ്പോൾ നീരാവി ഗ്യാസ് ആണ്. ഇപ്പൊ മലയാളത്തിൽ അടുത്തത് നീരാവി ആയിരുന്നു, അതുകൊണ്ട് മിസ് ഇവിടെ വാതകം എന്ന് എഴുതിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഏത് തന്നെയാണ്, വെളിച്ചെണ്ണ അഗെയിൻ ദ്രാവകം തന്നെയാണ് അല്ലെ, അല്ലേടാ. അടുത്ത നിങ്ങൾ നോക്കിയേ, എയർ ഉണ്ട്, എയർ എന്താണ്, എയറും നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാസ് തന്നെയാണ് അല്ലെ. ചോക്ക് എന്ന് പറയുമ്പം എന്താണ്, അത് സോളിഡ് ആണ് അല്ലെ, ചോക്ക് എന്ന് പറയുന്നത് ഖരമാണ് അല്ലെ. ഇതാ കെരോസീൻ ഉണ്ട്, കെരോസീൻ എന്താണ്, ലിക്വിഡ് ആണ്. കെരോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മുടെ മണ്ണെണ്ണയാണ് കേട്ടോ. മണ്ണെണ്ണ എന്താണ്, മണ്ണെണ്ണ ഒരു ദ്രാവകമായിട്ടുള്ള ദ്രാവകാവസ്ഥയിലുള്ള ഒരു വസ്തുവാണ്. പെൻസിൽ അല്ലെ, പെൻസിൽ സോളിഡ് സ്റ്റേറ്റ് ആണ്. നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന പെൻസിൽ എന്താണ്, ഖരമാണ്. വായു നമ്മൾ നേരത്തെ പറഞ്ഞു എയർ അല്ലെ, എന്താണ് വായു, എയർ എന്ന് പറയുന്നത് ഗ്യാസ്, ഒരുപാട് ഗ്യാസ് ഉള്ള ഒരുപാട് എന്താണ്, യെസ് ഒരുപാട് തരത്തിലുള്ള വാതകങ്ങളൊക്കെ ഉള്ളതാണ്. സോ അതിനെ നമുക്ക് ഒരുമിച്ച് എന്താണ്, വാതകാവസ്ഥ, അയ്യോ മലയാളത്തിലാണ് മിസ് എഴുതിയത് അല്ലേ, ഇംഗ്ലീഷിലേക്ക് നമുക്ക് മാറ്റാം. വായു എന്താണ്, യെസ് വാതകമാണ്, വാതകാവസ്ഥയിലാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും ചോദ്യത്തിൻ്റെ ഓർഡറിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് മിസ് ഇങ്ങനെ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് അതിനെ 3 രീതിയിൽ, ഇപ്പം നമ്മൾ എഴുതിയിട്ടുള്ള ആളെ 3 രീതിയിൽ നമ്മൾ മാറ്റണം. എങ്ങനെ, സോളിഡ് ഖരം എന്ന് എഴുതുക, ഒരു ടേബിൾ ആക്കുക അല്ലേ, അതിനെ നമ്മൾ ലിക്വിഡ്, ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ്രാവകം എന്നാക്കുക നമ്മൾ. ആൻഡ് ലാസ്റ്റ് ഗ്യാസ് ആണ് അല്ലേ, വാതകം. അപ്പം ഇതിനെ താഴെ ആക്കിയിട്ട് ഓരോരുത്തരെയും ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആളെ ചൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു ബോക്സ് ആക്കിയിട്ട് നമ്മുടെ ആൻസർ പേപ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതി കൊടുത്താൽ മതി. ഓക്കെ അല്ലേ. ആൻഡ് അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം എന്താണ്, അടുത്ത ചോദ്യം വരച്ച് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ കുറേ ആൾക്കാരെ തന്നിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ മാപ്പിളപ്പാട്ട്, തുള്ളല്, സംഗീതമാണ് പറഞ്ഞത്, മ്യൂസിക്. അപ്പുറത്ത് സ്വാതി തിരുനാളുണ്ട്, മോയിൻകുട്ടി വൈദ്യരുണ്ട്, കുഞ്ചൻ നമ്പ്യാറുണ്ട്. നമുക്ക് കിട്ടിയല്ലേ, മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മോയിൻകുട്ടി വൈദ്യരാണ് അല്ലേ, അദ്ദേഹത്തിനെ അല്ലേ നമ്മൾ വരച്ചു ചേർക്കണ്ടേ. തുള്ളൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആളെ കിട്ടി, ആരാണ്, നമ്മുടെ കുഞ്ചൻ നമ്പ്യാറാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഫൗണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാറാണ്. സംഗീതം നമ്മുടെ സ്വാതി തിരുനാളാണ് അല്ലേ. മ്യൂസിക് എന്ന് പറയുന്നത് സ്വാതി തിരുനാളായിരുന്നു എന്താണ്, മ്യൂസിക്കിനോട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അതിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ഭരണാധികാരി എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വരച്ച് യോജിപ്പിക്കണം. വരച്ച് യോജിപ്പിക്കാനൊക്കെ ഉള്ള ടൈപ്പിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ പരീക്ഷയ്ക്ക്. അടുത്ത നോക്കിയോ, ദേശാടന പക്ഷി, യെസ് ഏതാണ്, മൈഗ്രേറ്ററി ബേർഡ് ഏതാണ്, പുട്ട് എ ടിക്ക് മാർക്ക് എന്നാ പറഞ്ഞത്. കാക്ക, മഞ്ഞക്കിളി, പരുന്ത്, തത്ത അല്ലേ, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈഗ്രേറ്ററി ബേർഡ്സിനെ പറ്റി, ദേശാടന കിളികളെ പറ്റി അല്ലെ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവും, ക്ലൈമറ്റ് ചേഞ്ച് ആവാം, ഫുഡിന് വേണ്ടി ആവാം അല്ലെ, പ്രജനനത്തിന് വേണ്ടിയിട്ടാവാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ കാക്കയും പരുന്തും തത്തയും ഒന്നും എന്തായാലും എന്തല്ല, ഈ പറയുന്ന മൈഗ്രേറ്ററി ബേർഡ്സ് അല്ല അല്ലെ. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ മഞ്ഞക്കിളിയാണ് അല്ലെങ്കിൽ ഗോൾഡൻ ഓറിയോൾ ആണ്. അപ്പം നമ്മൾ ഒരു ടിക്ക് മാർക്ക് എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ നേരെ കൊടുക്കണം. ഓക്കെ, അത് നമ്മൾ ചെയ്തു. ആൻഡ് ഒരു ചോദ്യം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. ചോദ്യം ഇതാണ്, ഇതുപോലൊരു ചിത്രം തരും നിങ്ങൾക്ക്. ഇവിടെ തന്നിരിക്കുന്ന ചിത്രം ഏതാന്ന് മക്കൾ നോക്കിയിട്ട് പറഞ്ഞു തന്നെ, ഏതായത്, യെസ്. എന്നിട്ട് നമ്മളോട് പറയാണ്, ലുക്ക് അറ്റ് ദ പിക്ചർ, റൈറ്റ് ദ നെയിം ഓഫ് ദ ആർട്ട് ഫോം ആസ് ദ ഹെഡിങ് ആൻഡ് നോട്ട് ഡൗൺ ഇറ്റ്സ് ഫീച്ചർ. അപ്പൊ ഇത് നോക്കിയിട്ട് ഇത് ഏതാന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ പേര് ഹെഡിങ് ആയിട്ട് തലക്കെട്ടായിട്ട് നമ്മൾ കൊടുക്കണം. എന്നിട്ട് താഴെ അതിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ചിത്രം നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് ഏതാണ്, തുള്ളലാണ് അല്ലെ, കലാരൂപം. അപ്പൊ തുള്ളലിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. തുള്ളല് നമുക്കറിയാം ആരാണ് അതിന്റെ ഫൗണ്ടർ, നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ, കുഞ്ചൻ നമ്പ്യാരാണ് അല്ലെ, കുഞ്ചൻ നമ്പ്യാരാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്,
യെസ്, നമ്മളെ സമൂഹത്തിലുള്ള ഒരുപാട് തിന്മകളുണ്ട്. അപ്പൊ അതിനെയൊക്കെ പരിഹസിക്കുന്ന രീതിയിൽ ഒരു നർമ്മരസം അല്ലെ, ഒരു എന്താണ് കാണുന്ന ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഹാസ്യ രൂപത്തിലൊക്കെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ആൻഡ് ഇത് 3 തരത്തിലുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഓട്ടൻതുള്ളല്, പറയൻതുള്ളല്, ശീതങ്കൻ തുള്ളൽ. അങ്ങനെ ഇതുപോലെ നമുക്ക് അറിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടെ എഴുതി കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. ഈ ഒരു വർഷത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, LSS ഉണ്ട്. അപ്പൊ ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ പിന്നെ നമുക്ക് സമയമില്ല അല്ലെ. പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LSS നമുക്ക് ഇതുവരെയുള്ള ഭാഗങ്ങൾ മതിയോ? ഒട്ടും പോരാ അല്ലെ. ആനുവൽ എക്സാം വരെയുള്ള സിലബസ് കംപ്ലീറ്റ് നമുക്ക് LSS ആവശ്യമുണ്ട്. അപ്പൊ അതും കൂടെ പെട്ടെന്ന് നമുക്ക് കവർ ചെയ്തിട്ട് പഠിക്കണ്ടേ. അപ്പൊ നിങ്ങളുടെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ കൂടെ ആനുവൽ എക്സാമും LSS ഒക്കെ സെറ്റ് ആക്കാനായിട്ട് കുറച്ച് മാസമാണെങ്കിൽ പോലും നമ്മളിതാ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ എന്താണ് എൻ ഗെയിം അല്ലെ. എൻ ഗെയിം ബാച്ച് നമ്മുടെ പ്രാണ ബാച്ചിന്റെ തന്നെയാണ്. എൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എൻ ഗെയിം ബാച്ചിലേക്ക് ഇതുവരെ നമ്മുടെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഇനി ചേരുന്ന സമയത്ത് നമ്മുടെ എൻ ഗെയിം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് 4 സിലബസ് പഠിച്ചാൽ മാത്രമേ, സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് LSSനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കൂട്ടത്തിൽ നമുക്ക് റിവിഷൻ, ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സിന്റെ റിവിഷനും ഉണ്ടായിരിക്കും. അടിപൊളിയായിട്ട് എല്ലാവരും ഇതായി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അപ്പൊ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.